പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് കളറൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞില്ല. അതാ അപ്പൊ ഉണ്ട്. എന്നാലും നിങ്ങള് ചിലപ്പോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ ജോഷി 6680. അപ്പൊ അച്ഛൻ്റെയും അമ്മേൻ്റെയും മനപ്പുറത്തും റൗണ്ട് ആണ് ഇന്ന് ഇവിടെ നടക്കാൻ പോണേ. ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പേര് പറയുന്ന ആൾക്കാർ രണ്ടാൾ ഉത്തരം എഴുതാ, പറയുന്ന ആൾ ഉത്തരം പറയാ കേട്ടോ. ഓ എഴുതിക്കോളേ. അതായത് ഞാൻ പറയുന്നതിന്റെ ഉത്തരം അച്ഛൻ എഴുതേണ്ടത് അമ്മേന്റെ ആൻസർ, അമ്മ എഴുതേണ്ട അച്ഛന്റെ ആൻസർ ആണേ. ഒറ്റയ്ക്കുള്ള ആൻസർ അല്ല ഇതല്ലേ. ഞാൻ പറയുമ്പോൾ ഉത്തരം കാര്യം ചെയ്യാം. മനപ്പുറത്ത് നോക്കട്ടെ. ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങളെ കല്യാണം കഴിഞ്ഞ വർഷം ഇത് ഡേറ്റ്. രണ്ടാളും പറയാൻ നോക്കട്ടെ. ഞാൻ എഴുതാം. നിങ്ങൾ എഴുതണം. കല്യാണം കഴിഞ്ഞ വർഷം ഡേറ്റ്. അത് കല്യാണം കഴിഞ്ഞ ദിവസം. പിന്നെ കഴിഞ്ഞ ശേഷം പിന്നെ പറഞ്ഞില്ലേ അന്ന് അമ്മാക്ക് പറഞ്ഞു ഉത്തരം പറഞ്ഞോളി. വർഷം 1998 ഫെബ്രുവരി 8-ന് അന്നെയാ തിരിച്ചു കണ്ടാ കാണിച്ചോളി. ഇതിലേക്ക് കാണിച്ചോളി ആൻസർ. ഇതിലേക്ക് കാണിച്ചോളി. 1998 ഫെബ്രുവരി 8. അപ്പൊ അത് രണ്ട് ആൻസർ കറക്റ്റ് ആണ്. എഴുതിയത് ഫെബ്രുവരി 8. അത് കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം, കല്യാണത്തിന്റെ അന്ന് അമ്മ ഉടുത്ത സാരിന്റെ കളറ്. കല്യാണത്തിന്റെ അന്ന് താലി കെട്ടുന്ന സമയത്ത് ഞാൻ എഴുതാം. അത് വേണ്ട. ഉത്തരം തന്നെയാണ് അച്ഛൻ ഇതെന്ന് നോക്കണല്ലോ. കല്യാണത്തിന് അന്ന് അതായത് താലി കെട്ടുന്ന സമയത്ത് അവിടുത്തെ ശരിയോ? അച്ഛൻ എന്താ ഇത്? ചുവപ്പ് സാരി. എന്താ ഇത്? ഏതാ ഏകദേശം? അവിടെ രണ്ടു സ്ഥലത്ത് ഏകദേശം ചോപ്പ് തോന്നുന്നു. അവിടെ കുഴപ്പമില്ല. അടുത്തത്, അച്ഛന് ഇഷ്ടപ്പെട്ട ഫുഡ്. പിന്നെ നിങ്ങളല്ലേ അച്ഛന് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാവല്ലോ, അതെന്താ നോക്കി നമുക്കറിയാമല്ലോ. അച്ഛൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറയുന്ന ഒരു ഫുഡ്, അച്ഛൻ ആ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. അതാണ് പറഞ്ഞിട്ടുണ്ട് അല്ല ഏകദേശം. എന്താ അല്ല ആദ്യം അച്ഛൻ പറഞ്ഞോളി, എന്താ ഫുഡ് അച്ഛന്? എനിക്ക് പ്രത്യേകമായിട്ടും അങ്ങനെ ഒന്നും തുറന്നു പറയുന്നില്ലോ. ഉണ്ടാക്കിയാലും കഴിക്കും. എന്നാലും അച്ഛന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാവല്ലോ. ചോറും സാമ്പാറും പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. ആണോ? എന്താ അച്ഛന് കൂടുതൽ ഇഷ്ടം ചമ്മന്തി. ചമ്മന്തി ഭയങ്കര ഇഷ്ടം. ചോറ് തന്നെ ഞാൻ തിന്നു പറഞ്ഞേ. ഓവളൊന്നും ഉണ്ടാക്കരുത്. അത് കുഴപ്പമില്ല. അമ്മേന്റെ ഇഷ്ടപ്പെട്ട കളറ്. അമ്മേന്റെ ഇഷ്ടപ്പെട്ട കളറ് അമ്മയ്ക്കിപ്പോ അങ്ങനത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഇഷ്ടപ്പെട്ട കളർ ഇല്ലല്ലേ. പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലേ. അമ്മ നാല് കുറച്ച് കളറുകൾ ചൂസ് ചെയ്യല്ലോ. പ്രത്യേകിച്ച് കളറൊന്നും പറയില്ല. നിന്നോട് ഇഷ്ടമുള്ള ഭാഗം പറയലല്ലേ. അപ്പൊ എന്താ അവിടെ കാര്യം എഴുതുന്നുണ്ട്. അപ്പൊ ഏതോ കളറില്ലേ? പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാതെ അതാ അപ്പൊ ഉണ്ട്. എന്നാലും അടുത്തത്, അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അമ്മ ഏതാണോ? ഇരിക്കോ? ഇല്ല. 15 പോയി 15 അത് രാവിലെ ഞാനൊരു ഡൗട്ട് പോയില്ലേ. നീ നേരെ ഓപ്പോസിറ്റ് ഇരിക്കോളി. അമ്മേന്റെ അപ്പൊ 68
എനിക്ക് ഇപ്പൊ 47 അയ്യോ ആൾക്ക് കുഞ്ഞെ പഠിച്ചിട്ടുണ്ടേ ഞാൻ അക്ഷരം എനിക്ക് ഡൗട്ട് ഇരുന്നു 11 11 57 11 കൂടി 57 11 കൂടി വിളിച്ചാൽ 57 11 വിളിച്ചാൽ ആക്കി മാസുകല്ലേ 68 അതും കൂടി ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഇതിന് SIR പറഞ്ഞു 68 ലൈവ് ഇടൂലേ 68 മാസം കിട്ടാത്ത മാസം 79 6 മാസം എഴുതിയോ അതിന്റെ നടുവിലൊന്നില്ലേ മൊത്തം വേണോ ഒക്കെ വേണോ വർഷം 1979 1979 6 മാസം ജനിച്ച ഡേറ്റ് മാസം ഉണ്ടല്ലോ മാസത്തിലാണ് കഴിഞ്ഞോ 6/1/79 6 മാസം മാസം ഒന്നല്ലേ ജനുവരില്ലേ 6 ദിവസം 6 ഞാൻ 15 ആ നടുവിൽ എനിക്ക് തെറ്റിയ മാസം വന്നില്ല തെറ്റിയതിൻ്റെ അല്ലേ രണ്ടാമത് ഈക്വൽ ആവുന്നത് നമുക്ക് രണ്ടാമത് ഈക്വൽ ആവുന്നത്. അപ്പൊ അതെ നേരത്തെ ചോദിച്ച കളർ അവൈലല്ലേ അച്ഛന് ഇഷ്ടപ്പെട്ട കളർ പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഒരു അങ്ങനത്തെ ഒന്നുമില്ല. അച്ഛന് ഇഷ്ടപ്പെട്ട കളറോ ഫേവറേറ്റ് കളർ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ല. കറുപ്പ് കറുപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. കറുപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയില്ല കറുപ്പിനോട് ഭയങ്കര മുമ്പിനോടായാലും ഇഷ്ടമാണ്. നല്ല നല്ല ഒറിജിനൽ കറുപ്പ്. രണ്ടാളും ഇഷ്ടപ്പെട്ട നടനും നടിയും രണ്ടാളും ഇതാണ് നടിയുമാണല്ലേ? ഓക്കെ അച്ഛൻ്റെ അമ്മ പറഞ്ഞോളി. മോഹൻലാല് മഞ്ജു വാര്യർ. നിങ്ങളെപ്പോഴും പറഞ്ഞോടിക്കും നടനോ നടൻ പറയും മോഹൻലാല് മഞ്ജു വാര്യർ. ഓക്കെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ അച്ഛനും പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടോ രണ്ടാക്കും കൂടി അങ്ങനെ എന്തെങ്കിലും? രണ്ടാക്കും കൂടി ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അച്ഛൻ അമ്മ എനിക്കൊരു ഫേവറേറ്റ് മൂവി ഉണ്ട് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കാണാൻ പോകുമ്പോ പറയുന്ന ഇഷ്ടപ്പെട്ട മൂവിയോ? നമ്മള് കാണാൻ പോകുന്ന അതല്ലാണ്ടല്ല പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. അപ്പൊ മോഹൻലാലിന്റെ പുതിയ പടം ദൃശ്യമൊക്കെ വരുമ്പോ മോഹൻലാലിന്റെ നല്ല നല്ല പടങ്ങൾ വരുമ്പോ ദൃശ്യം അത് കാണാൻ പോകും. അങ്ങനെയല്ല. പിന്നെ പൊതുവെ നല്ല പടം ജനങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാക്കും ഈക്വലാണ്. നല്ല സിനിമ വരുമ്പോ മോഹൻലാലിന്റെ കൂടുതലും ഇഷ്ടപ്പെട്ടത് സിനിമ. രണ്ടാളും ഇഷ്ടപ്പെട്ട വിനോദം ഞാൻ വിനോദം അമ്മേന്റെ പറഞ്ഞു വെച്ചേ നിങ്ങൾ പറയും. ഞാൻ ബീച്ച് പോവാ അവിടെ കുത്തിരിക്കാൻ. ഞാൻ എഴുതിയ ബീച്ച് ബീച്ച് പോവാ. നിങ്ങൾ പറയത് ആ ബീച്ച് അത് മാത്രം ബീച്ച് പോവാ. അമ്പലത്തിൽ പോവാ. അപ്പൊ ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഏകദേശം രണ്ടാളും വലിയ മലപ്പുറത്തില് മോശമല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവാം. ഒട്ടും പിന്നോട്ട് നിന്നിട്ടില്ല.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കിയാണ്. സാങ്കേതിക തകരാറുകൾ ഉണ്ടാവും, സൗണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചൊക്കെ മോന്റെ സൗണ്ട് ഓർക്കുക ഉണ്ടാവും. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീഡിയോ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ ഞങ്ങളോട് അറിയിക്കാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയാണ്. ഓക്കെ, ബൈ. ബൈ.